ഹലോ വക്കീൽ സാറേ, ഞാൻ DNA നടക്കുന്ന ലാബിന്റെ അവിടെ ഉണ്ട്. ഓ, എനിക്കിന്ന് കറക്റ്റ് റിസൾട്ട് കിട്ടുമെന്ന്. ഞാനാണ് എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ മകൻ, അതെ അവനാണെന്ന് എനിക്കിന്ന് അറിയണം. വക്കീൽ എവിടേക്കുന്നത്? പെറ്റി അടക്കാൻ നിൽക്കുന്നെന്നാ? എന്ത് പറ്റി? കോട്ടെന്ന് കരുതി റെയിൻകോട്ട് ഇട്ട് വാദിച്ചാ? അയ്യോ, നല്ല വക്കീല് തന്നെ. എന്റെ ദൈവമേ, എന്തോ ഒരു വക്കീലുകൾ. ഹലോ, മാൻ പെറ്റ വിമൽ കുമാർ. ഇതൊക്കെ പണ്ട് പുരാണങ്ങളിൽ മാത്രമേ ഞാൻ ഇത് കേട്ടിട്ടുള്ളൂ. ഈ മാൻ പ്രസവിക്കുന്നതും മയിലാടുന്നതും എന്നൊക്കെ അത് സംഭവിച്ചു. പിന്നെ ഇപ്പൊ മാനം വെച്ച് കുടുംബത്തൊണ്ടാ അതാ കാട്ടിക്കൊണ്ട് തിരിച്ചാക്കിയ? അയ്യോ, അതല്ല. പിന്നെ മാൻ പെറ്റതെന്ന് പറഞ്ഞതേ എന്റെ കുടുംബ പേരാണ്. അത് ശരി, മനസ്സിലായില്ല. അതിന് പ്രോട്ടീൻ പൗഡറും കഴിക്കണം, ജിമ്മിലും പോണം. എന്താണ്? മസിൽ ആയില്ലെന്ന് പറഞ്ഞു. അയ്യോ, മനസ്സിലായില്ലെന്നല്ല, പിന്നെ നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല മനുഷ്യ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കോടീശ്വരനായ KK പിള്ളയുടെ ഏക മകൻ. അത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കോട്ട് വിട്ട് വിൽക്കും വെച്ചതല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ പിടികിട്ടൂല കോടീശ്വരനാണ്. അയ്യോ, അതല്ല സാറേ. പിന്നെ എന്റെ അച്ഛന് ഒരു ജാറ് സന്തതി ഉണ്ടെന്നും പറഞ്ഞ് ഒരുത്തൻ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അയ്യോ, അങ്ങനെ കേസും വഴക്കുമായിട്ടല്ലേ ഇവിടെ രാവിലെ ഇവിടെ റിസൾട്ടിന് വന്നത്. ഓ, അങ്ങനെ വന്നേണല്ലേ? അങ്ങനെ പെട്ടെന്ന് എടുത്ത് തരാനൊന്നും പറ്റത്തില്ല. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് ഒന്ന് പറയോ? തുടയിൽ വീട്. അപ്പൊ ഈ ഉപ്പൂറ്റിയിൽ അവിടെ ആയിട്ട് വരുമല്ലേ അടുക്കള? അല്ല, തുടയിൽ വീടാണെന്ന് പറഞ്ഞ്. സാറേ, അതല്ലെന്ന്. പിന്നെ തൊടിയിൽ വീട്. തൊടിയിൽ വീട്. അത് പറ. ചെക്കാല വിളാകൻ ജംഗ്ഷൻ കടക്കാവൂര്. സാറേ, പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം. അത് തരാം, അത് കാര്യങ്ങളുണ്ട്. മുടി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു. അയ്യോ, അച്ഛൻ കഷണ്ടി അല്ലേ? അപ്പൊ വിദേശത്ത് നല്ല മാർക്കറ്റ് ആയിരിക്കുമല്ലോ. ഇതന്നെ അച്ഛൻ കശുവണ്ടിയാന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ കഷണ്ടിയാണ്, അതുകൊണ്ടാണല്ലോ വിഗ് വെച്ച് മറയ്ക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മഴ നനയാതിരിക്കാനാണോ വിഗ് വെക്കുന്നത്? എല്ലാരും അതിനല്ലേ വിഗ് വെക്കുന്നത്? എന്റെ പൊന്ന് സാറേ, എനിക്ക് റിസൾട്ട് തരൂ സാർ. റിസൾട്ട് തരാനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്, അതിനെ വെയിറ്റ് വരും. ഡയലോഗ് ഇല്ലാതെ ചിരിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ കാര്യം പറ. അച്ഛന്റെ മോനാജാൻ. എന്റെ പൊന്നോ, സത്യമായിട്ട് ഇനി വന്ന എന്റെ 10 പൈസ ഇല്ല. ഞാൻ ഏത് വകയിലാണ് നിങ്ങളുടെ അച്ഛനായെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? കൊല്ലത്ത്. അയ്യോ, കൊല്ലത്ത് ഞാൻ വന്നിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആവുന്നത്? പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ചായ കുടിച്ചിട്ട് ജനലിന്റെ ഇടയിൽ കൂടെ ആ പേപ്പർ ഗ്ലാസ് എടുത്ത് വെളിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാ ഈ മകൻ വരും? അയ്യോ, സാറിന് മനസ്സിലായില്ലേ? ഇതാണ് എന്റെ അച്ഛന്റെ ജാര സന്തതി എന്ന് പറഞ്ഞ് നടക്കുന്നോ? എന്റെ പൊന്നെ, ഇതാണോ വന്നേ? അച്ഛന്റെ തനിയാവർത്തനം. തനിയാവർത്തനം അച്ഛന്റെ അല്ല, പിന്നെ മമ്മൂട്ടിയുടെ അല്ലേ? KK പിള്ളയുടെ കോടീശ്വരനായ മകനെ ഇനി വന്നാണ്. ഒരിക്കലും ഈ DNA ടെസ്റ്റ് വേണമെന്നില്ല, ഇത് നിന്റെ അച്ഛന്റെ മകനാണെന്ന് അറിയാൻ. നിന്റെ അച്ഛന്റെ അതേ കോമഡിയാണ് വന്നപ്പോഴേ അടിച്ചത്. തനിയാവർത്തനം മമ്മൂട്ടിയുടെ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ അച്ഛന്റെ പുത്രത്വം വേണം. നിന്റെ അച്ഛന്റെ പത്തനംതിട്ട അല്ലെന്ന്, എന്റെ പിതൃത്വം വേണം. ആദ്യം പിതൃത്വം നല്ലതുപോലെ പറ, പിന്നെ നമുക്ക് തരാം. നല്ലതുപോലെ പറ സാറേ. ഇവൻ പറയുന്ന നടക്കൊന്നുമില്ല. എന്റെ അച്ഛൻ പഞ്ചപാവമാണ്. പാവമായോണ്ടായിരിക്കും നിന്റെ അതേ രൂപത്തിൽ ഇതാണ്ട് ഇങ്ങനെ ഒരെണ്ണം വന്ന് നിൽക്കുന്നു. പഞ്ചപാവമായോണ്ടായിരിക്കും അല്ലേ? സാറേ, സാറിനറിയൂ, ഇവൻ വീട്ടിൽ വന്ന് അച്ഛന്റെ മുഖത്തേക്ക് പറയണേ അവകാശം തരാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അപ്പോഴേ തളർന്നു വീണു. അയ്യോ, എന്റെ ഉള്ള ആഗ്രഹം എന്തെന്നറിയാം? ഇനി എന്റെ അച്ഛനെ ചെറുപ്പക്കാരെ പോലെ നടത്തണം. ഇതുപോലെ 1ഉം 2ഉം വന്നാലൊന്നും നീ പഠിക്കരുത്. എന്തിരൻ സിനിമയില് രജനീകാന്തിന്റെ ചിട്ടികൾ ഇങ്ങനെ നിരന്ന് നിൽക്കൂലേ, അതുപോലെ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇതേ രൂപത്തിൽ നിരന്ന് നിന്നാലേ നീ പഠിക്കൂ. അവിടെ കിടക്കുന്നവരവിടെ കിടക്കട്ടെ. നീ എന്തിനാണ് പഠിപ്പിക്കാൻ പോണത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യമൊക്കെ പൂജപ്പുര ചെയ്യുമായിരുന്നു. പൂജപ്പുര രവിയുടെ സുകുമാരനെ പഠിക്കുന്നു. അയ്യോ പാപം നമ്പടി കള്ളി. ഞാൻ അതാണോ ചോദിച്ചത്? നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? അച്ഛന്റെ അവകാശം ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വരുമോ? അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ? അതല്ല, അപ്പൊ നിങ്ങളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം? അച്ഛന്റെ ഭാര്യയാണ് അമ്മ. ഞാൻ വിചാരിച്ച അമ്മച്ചിയുടെ മാപ്പിള എനിക്ക് അച്ഛനുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ല ചോദിച്ചത്.
നിങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ത്? അങ്ങനെ വ്യക്തമായിട്ട് ചോദിക്കണം. ആ, ആ. അച്ഛനെ അമ്മയ്ക്കറിയാം, ആഹാ. അമ്മയ്ക്ക് അച്ഛനെ അറിയാം. ഇവരെ രണ്ടുപേരെ എനിക്കറിയാം. എങ്ങനെ? അച്ഛനെ അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് അച്ഛനെ അറിയാം. ഇവരെ രണ്ടുപേരെ എനിക്കറിയാം. സാറിന് മനസ്സിലായില്ലേ? ഇല്ല. ഇവന്റെ അച്ഛനെ അവന്റെ അമ്മയെ അറിയാം, ആ. അമ്മയ്ക്ക് അവന്റെ അച്ഛനെ അറിയാം, ആ. ഇവന് ഈ രണ്ടുപേരെ അറിയാം. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? എന്താ? ഈ മൂന്നെണ്ണത്തിന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എവിടെ ഇരുന്നാലും സാറേ, എന്തോ സാറേ നോക്കുന്ന ലാബ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ്. അതെന്തിനാ ഇപ്പൊ എടുക്കുന്നത്? അല്ല, അതെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയണ്ടല്ലോ. സാറേ, പൊന്നെ, ആ. എന്റെ അച്ഛൻ തളർന്ന് കിടക്കുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് എഴുതിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അറിയാമോ? ഉണ്ടോ? ഓ, ഇത് ഞാന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് എത്ര മണിക്കാണ്? അത്താഴം കഴിഞ്ഞിട്ടാണോ? വീട്ടിലുള്ളവർ തന്നെയാണോ ഇത് ചെയ്യുന്നത്? അതാ പുറത്തുനിന്ന് ആള് വന്നാണോ ചെയ്യുന്നത്? എന്തോന്ന്? തളർന്ന് കിടക്കുന്ന അച്ഛനെ എണീപ്പിക്കാൻ വേണ്ടി ക്യാമറ വെച്ചേക്കുന്ന അയ്യോ, അതല്ലത്. പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് എഴുന്നേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ആ, അങ്ങനെ. ഓ, സാറേ, ശരി. ആ. എന്തൊക്കെയായാലും കേക്കപ്പിള്ള മോൻ, ഒറ്റ മോൻ ഈ ഞാനാ. ആ. ഞാനാണ്. നിനക്ക് നാണം ഉണ്ടാണ്. നിന്റെ അച്ഛനാണ്, എന്റെ അച്ഛനാണ്. എന്റെ അച്ഛനാണ്. പോലീസുരന്മാരെ ഇവിടെ കിടന്ന് ബഹളം വെക്കൽ. ഇനി വന്ന് ഒന്ന്, നിങ്ങൾക്കറിയോ എന്റെ മാമ ആരാന്ന്? അമ്മയുടെ ആംഗളയല്ലേ? അയ്യോ, അതല്ലെന്ന്. DGP ആണ് എന്റെ മാമൻ. ഞാനൊരു കോള് വിളിച്ച അപ്പ പറന്നിറങ്ങും. അപ്പൊ DGP അല്ല, പിന്നെ ഉപ്പം കാക്ക. ഉപ്പങ്കാക്കെ ഇനി മേലെ സംസാരിക്കും. നിങ്ങളെ കോടീശ്വരനാണെങ്കിൽ അധികാരം നിങ്ങളെ മനസ്സിരിക്കണം കേട്ടോ. നിങ്ങൾ ഉപ്പങ്കാക്ക. കോടീശ്വര പുത്ര ഒന്ന് വരൂ. ഉപ്പങ്കാക്ക എന്ന് വെച്ചാ എന്താണ്? ഉപ്പങ്ങാക്കെന്ന് പറഞ്ഞാലേ ആ. ഈ വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ. നല്ലതാണോ? പാവം പക്ഷിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പിന്നെ കണ്ണ് മാത്രത്തിൽ ചുമന്നിരിക്കും. എന്റെ മാമന്റെ കണ്ണും അതുപോലെ. അപ്പൊ കുഴപ്പമില്ല കേട്ടാ. ഇടക്കിടക്ക് വിളിച്ചോ ഉപ്പങ്കാക്കയെന്ന്. നല്ല രസമുള്ളതല്ല, നല്ല ഒരു പക്ഷിയാന്ന് പറഞ്ഞു. ആണല്ലോ. ആ, നടക്കട്ടെ. സാറിന് ഫോൺ വരുന്നത് സാറേ. അത് വേറെ പോണേ രണ്ടും പേരെ. ആ. ഹലോ, ആണാ? അയ്യോ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സാറേ, വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ. ഈ പട്ടിയാണെങ്കിൽ മൊബൈൽ എടുത്തോണ്ട് വരും, പത്രം എടുത്തോണ്ട് വരും, പാലെടുത്തോണ്ട് വരും. അയ്യോ, അങ്ങനെയുള്ള പട്ടിയാണ്. നല്ല ട്രെയിനിങ് എടുത്ത പട്ടിയാണല്ലോ. അതെ 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 അതെ. ഈ പട്ടിയെ റെജി സാന്ദ്ര കല്ലെടുത്തെറിഞ്ഞ്. അയ്യോ, ഈ രജിസാന്തർ എന്തൊരു പണിയാണ് കാണിച്ചത്? പിന്നെ അവന്റെ പാലും പത്രവും മൊബൈലും ഒക്കെ എടുത്തോണ്ട് വന്ന് അവൻ കല്ലെടുത്ത. അങ്ങനെ ഭാര്യ വിളിച്ച് പരാതി പറഞ്ഞത്. ഈ കേക്കപ്പിള്ളിയാണ് എന്റെ അച്ഛൻ ഉള്ളൊരു തെളിവ് എന്തെങ്കിലും ഉണ്ട്? എന്താ തെളിവ്? ഇത്ര ഉള്ളപ്പോ അച്ഛൻ എന്നെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. ഇത്ര ഉള്ളപ്പോ എന്തിന് പാട്ട് പഠിപ്പിക്കുന്ന എടുത്ത് പോക്കറ്റ് ഇട്ടാ പോരെ? അതല്ലല്ലോ, പിന്നെ എന്നെ മടിയിരുത്തി എനിക്കൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, ആണല്ലേ? അതെനിക്കറിയാം. സാറേ ചുമ്മാ ഇവന്റെ പുളു കേൾക്കുന്ന. അല്ല മാഷെ, കോടീശ്വര കേക്കട്ടെ. ചുമ്മാ അവന്റെ പാട്ട് എന്തൊരു അല്ല, അദ്ദേഹം തെളിയിക്കട്ടെ. അച്ഛനാരാ നോക്കട്ടെ. ഞാൻ പറയാനുള്ള പറഞ്ഞേ. അല്ല, അപ്പൊ എന്താ ചെയ്യുന്നത്? സാറേ, ഞാൻ വാ കൊണ്ട് പാട്ട് പാടും. ഓക്കെ ഓക്കെ, എല്ലാരും മാവണ്ട് തന്നെ പാടുന്നു. അല്ല, പെടൽ വെച്ചാ പാടുന്നത്. അതല്ലല്ലോ, ആ. വാ കൊണ്ട് പാട്ട് പാടും, വയറുകൊണ്ട് മ്യൂസിക് ഇടും. ഓക്കെ, നടക്കട്ടെ. നിങ്ങൾ ചെയ്യൂ. അച്ഛന്റെ അർത്ഥം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മകന്റെ കഠിനാധ്വാനമല്ലേ നടക്കട്ടെ. അവനെ കൊണ്ട് മാറ്റി നിർത്ത്. ആ, ഇങ്ങോട്ട് നിൽക്കാം. One, two, three, four. നീ എന്റെ തടക്കിടുണ്ടും കേട്ടോ, നീ എന്റെ തക്കിടുണ്ടും കണ്ടു, ഹൃദയത്തിൻ തടക്കിടുണ്ടുവിൽ വന്ന അഴകിൽ തടക്കിടുണ്ടും മാറ്റി ചെല്ലായിക്കെ. ഒരു കോടീശ്വരൻ കിടന്ന് കാണിക്കുന്ന കാണിപ്പ് വയ്ക്കണം സ്വന്തം അച്ഛനെ എടുക്കാൻ വേണ്ടി. താത്തറ നാണക്കാര, താത്തറ വലയടിക്കുന്ന കണക്കിടന്ന് അടിക്കുന്നു. സാറേ, ഇവന്റെ ഇത് കണ്ടത് സാർ റിസൾട്ട് നോക്കിയോ? സാർ റിസൾട്ട് നോക്കൂ സാർ. ടക്കടിടുക്കും ടക്കടിടുണ്ടോ അവിടെ നിൽക്കും. റിസൾട്ട് ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. എനിക്കറിയണം പെട്രോൾ പമ്പ് എനിക്കാണ്, അത് അവന്. ഇപ്പൊ തരാം. വെയിറ്റ്. നോക്കൂ. കണ്ണൂരാണ് അടിച്ചേക്കുന്നത് കേട്ടോ. ആരാണ് എന്റെ അച്ഛനെ കണ്ണൂർ കൊണ്ട് അടിച്ചേ? വിമൽ ലോട്ടറി കണ്ണൂരാണ് അടിച്ചേക്കണേന്ന്. 16, 17, 18 പോയേക്കുന്ന. അയ്യോ, 2 നമ്പർ വ്യത്യാസം. സാർ എന്തിനാണ് സാർ ഇവിടെ ഇരിക്കുന്നത്? സാർ റിസൾട്ട് തരാനല്ലേ പറഞ്ഞത്? ലോട്ടറി റിസൾട്ടാണ് തരുന്നത്. 3 മണിക്ക് ലോട്ടറി റിസൾട്ട് അല്ലേ വരുന്നത്? നമ്മൾ റിസൾട്ട് തരണം. ചെയ്യാന്ന് പറഞ്ഞില്ലേ? റിസൾട്ട് വന്നിട്ട് വേണം പമ്പ് എനിക്ക് വേണമെന്ന് ഞാൻ നോക്കാൻ. അതിനെ പുളിക്കൂടാ. പമ്പ് നിനക്ക് തരണമെങ്കിലേ സിനിമ തീർത്ത് എനിക്ക് തരണം. നീ ഇത്തിരി പുളിക്കൂടാ. അറിയാമല്ലോ, ഇപ്പൊ അറിയാമല്ലോ. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ.
റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങള് മുടി കൊണ്ടുവന്നത് നിങ്ങളല്ലായിരുന്നു. ഞാനാ മുടി കൊണ്ടുവന്ന ആദ്യമേ. നിങ്ങൾ എങ്ങനെയുള്ള മുടി, എവിടുന്നാ മുടി കൊണ്ടുവന്നത്? അല്ല, അച്ഛന് കഷണ്ടി ആയിരുന്നല്ലോ. അപ്പൊ അച്ഛൻ വെച്ചേക്കുന്ന ബിഗ്ഗാന്നാണ് ഞാൻ മുടി പൊറിച്ചോണ്ട് വന്നത്. വിഗ്ഗിന്ന് മുടി എടുത്തോണ്ട് വന്ന. അതുകൊണ്ടാണ് ഈ DNA റിപ്പോർട്ടിൽ വന്നത്. കണ്ടോ അച്ഛന്റെ പേര് പ്രശാന്ത് വിഗ്. പ്രശാന്ത് വിഗ് എന്ന് ഏതെങ്കിലും അച്ഛന് പേരിടാൻ പറ്റും? പ്രശാന്ത് വിഗ് അങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്ത? അപ്പൊ എന്റെ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് എന്റെ സിനിമ ഒരു കാര്യം ചെയ്, പെട്രോൾ പമ്പ് നീ എടു, സിനിമാ തിയേറ്റർ നീ എടു, ബാക്കി എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ എന്റെ പേരിൽ എഴുത്. പ്രശാന്ത് വിഗിന് കൊടുക്കണേ കാട്ടി നല്ലതല്ലേ എനിക്ക് കിട്ടിയാ പൊളിക്കോ? അല്ല, ഇതെന്താ ഇപ്പൊ എടുത്തു വെച്ചാ? ക്ലൈമാക്സ്.